വണ്ടിയിൽ കിടന്ന് ഇറങ്ങിയതുകൊണ്ട് ബ്രഷ് ചെയ്തില്ല. ബ്രഷ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇവിടേക്ക് വെള്ളം അങ്ങനെ ഒലിച്ച് വരുന്നത്. ഇവിടെ നിന്ന് വണ്ടി കഴിക്കുന്നത്. ഇനി നമ്മളെ വണ്ടി കഴിക്കണം. വണ്ടി മൊത്തം കച്ചറ. ഓക്കെ വേണ്ടേ? അതൊക്കെ കോടയുണ്ടോ അത് കാണുന്നു. ഇവിടെ നോക്കിയ വെള്ളം വരുന്നത്. അതിൻ്റെ അടുത്തുനിന്ന് ബ്രഷും ചെയ്ത് നേരെ വന്ന് വണ്ടി കഴിക്കാനുള്ള പ്ലാനിലാണ്. വണ്ടി മൊത്തം കച്ചറ. അതൊക്കെ മൊത്തം കച്ചറ പിടിച്ചെടുക്കാം. വരുമ്പം തന്നെ കഴിയില്ല. അതുകൊണ്ട് ഒന്ന് കഴിക്കണം, സെറ്റാക്കണം. ഓന് കുഴപ്പമൊന്നുമില്ല, ഓണാക്കണം. എവിടുന്ന് അത്രയും നല്ല സൗകര്യം കിട്ടും അല്ലേ? അങ്ങനെയുണ്ട് കോട കയറി അല്ലേ? അടിപൊളി. വണ്ടിയും കയറി സെറ്റാക്കി. കണ്ടതിലൊരു പ്രത്യേകത ഉള്ള വണ്ടിയാണിത്. എന്നാ ടിറ്റിയോസാണ് ടാക്സി. അതും ഗ്രീൻ കളർ. ഒക്കെ വൈറ്റ് കളറല്ല ഉള്ളത്. അവിടെ വൈറ്റ് കളറാണ്. ഗ്രീൻ കളർ ആദ്യമായിട്ട് കാണാം. അതേതാ കേരള തന്നെ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇവിടെ പറയാണ്. വണ്ടി കയറ്റി ഇനി പോവാം അടുത്ത സൈറ്റ്. ഇതേ എയർപിന്നൊക്കെ നോക്കി. കിടുക്കാച്ചി എയർപിൻ ഇങ്ങോട്ട് നോക്കി. ഇപ്പം തന്നെ തട്ടി കറിഞ്ഞ് വീണി. ഈ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും നമ്മൾ ബംഗാളിനെയും കൊണ്ടാണ് ടൂർ ഇറങ്ങിയതെന്ന്. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾ ബംഗാളിനെയും കൊണ്ടല്ല ഇറങ്ങിയത്, മലയാളിനെയും കൊണ്ടാണ്. പക്ഷെ അയാൾ പിന്നെ ഹിന്ദി മാത്രമേ പറയുന്നുള്ളൂ. നല്ല സെൽഫി എടുക്കലാണല്ലോ. ഏതാ വ്യൂ പോയിന്റ്. എന്താ ഡ്രൈവർമാരെ കിട്ടണം. എൻ്റെ അമ്മോ, വിടൂ വിടൂ വിടൂ. കോട ഇറങ്ങി കളിച്ച കളി നോക്കി. ആടെ ഈ പ്രവാസികളായിട്ട് കുതിരിക്കാവുന്ന ഇങ്ങോട്ട് ഇറങ്ങിപ്പോര്. അല്ലേ, കുറച്ച് പച്ചപ്പും എല്ലാ കുന്നും കണ്ട് കുത്തിരുന്ന കളി നോക്കിയ മക്കളെ. ഇടുക്കാച്ചല്ലേ ഇതിന് അടിഭാഗം കേട്ടോ. അത് എൻ്റെ പൊന്നും മക്കളെ, ഇത് എന്താ അത് നോക്കിയേ. അടിയിൽ തേയിലത്തോട്ടം. ഇനിതാ കോടവിടെ നമ്മളെ വണ്ടി എടുത്ത് മുതലായത് ഇപ്പോഴാണ്. പാടിക്കൂടി നിങ്ങള്. ഞാൻ പോന്നപ്പോ ഞാൻ വിചാരിച്ചത് മൊത്തം തന്ത വൈബാണ്. മാറി കിട്ടി പോന്നപ്പോഴേ മൊത്തം തന്ത വൈബാണെന്ന് വിചാരിച്ചു. നിങ്ങളിങ്ങനെ കുത്തിരിക്കുക, ഞാനിങ്ങനെ ഓട്ടുക. പിന്നെ നേരം വെളുത്തപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയത്. തന്ത വൈബ് എന്ന് പറയാൻ നിൽക്കായിരുന്നു. അപ്പൊക്കെ സെറ്റായി. ഇത് നമ്മളെക്കാളും വലിയ മൂടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇത് കണ്ടിട്ട് നാട്ടിലേക്ക് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പോകുമ്പോ ഞങ്ങളെയും കൂട്ടേണ്ടതാണ്. എന്താ പൊന്നോ. കോടറങ്ങാൻ നോക്കിയേ, അടിപൊളിയല്ലേ. നമ്മൾ കൂടുതൽ സംസാരം കാര്യങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ കാണിച്ചു തരാം, നമ്മൾ വിടുക, കാണിച്ചു തരാ വിടുക. പെട്ടെന്ന് കാണുമ്പോ ഈ പോസ്റ്റൊക്കെ കുരിശ് മാതിരിയാ തോന്നുന്നത്. ഇടയ്ക്ക് നല്ല വൈബുണ്ട്. അടിയിലൊരു പാടൊക്കെ ഉണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് മഴ പെയ്യോ? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട്.
നീ പറഞ്ഞാ തീർന്ന്. പിന്നെ അങ്ങനെ മൂന്നാർ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. 4 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കിയിലേക്ക് ചാടും. ഓക്കെ.